ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെ ഓണം ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു. ഓണമാകുമ്പോൾ ക്ലീനിങ് അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്നാൽ ചോദിക്കും ഓണം വരണോ ക്ലീൻ ചെയ്യാനെന്ന്. അതല്ല, ഓണത്തിന് ഒരു ക്ലീനിങ് അതുള്ളതാണല്ലോ. അതുമല്ല, ഞാൻ എറണാകുളത്തുനിന്ന് വന്നതിന് ശേഷം വീടൊന്ന് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓണമാകുമ്പോൾ ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് നടക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മോനിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുവേ. അപ്പം മോന് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് ഇപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അങ്ങനെ ചപ്പാത്തിക്കുള്ള ആട്ടയൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയത്. ഞാൻ എപ്പോഴും ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മറ്റു പണികളെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമേ ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങാറുള്ളൂ. കാരണം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് പിന്നെ നമുക്കൊരു മടുപ്പാകും, പിന്നെ കുക്കിംഗ് ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് ഞാനതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമേ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങാറുള്ളൂ. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ, അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാറില്ല. കാരണം ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അവസാനമാകുമ്പം നമ്മൾ ചെയ്തതിനൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അതിന് ഞാൻ ഉദ്ദേശിച്ച ഒരു പെർഫെക്ഷൻ കിട്ടിയാലേ മനസ്സിനൊരു തൃപ്തിയാവത്തുള്ളൂ. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങിന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡ്രോയിങ് റൂം, അതായത് ഫ്രണ്ട് റൂമും മുകളിലത്തെ റൂമും പിന്നെ ഡൈനിങ് ഏരിയയും കൂടെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ജനലിലൊന്നും അങ്ങനെ വലുതായിട്ട് പൊടികളൊന്നുമില്ല. കാരണം ഞാൻ ഒരു മാസത്തിലൊരു തവണയെങ്കിലും ജനലിലെ പൊടികളൊക്കെ തട്ടി ഞാൻ തുടച്ചെടുക്കുന്നത് കൊണ്ട് ജനലിലൊന്നും വലുതായിട്ട് പൊടികളൊന്നുമില്ല. എന്നാലും അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടും താനും. അതിന് ശേഷം പിന്നെ ഡ്രോയിങ് റൂമിൽ കുറേ അധികം ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഐറ്റംസും ഓരോരോ ഓർമ്മകളാണേ. കാരണം എൻ്റെ ഹസ്ബൻഡ് നേരത്തെ വർക്ക് ചെയ്തിരുന്നത് എയർഫോഴ്സിലാണ്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോസ്റ്റിങ് പോകുമ്പോൾ ഓരോ ഫ്രണ്ട്സും അവിടുത്തെ അസോസിയേഷനും ഒക്കെ കൊടുക്കുന്ന ഓരോരോ ഗിഫ്റ്റുകളുണ്ട്. അതുപോലെ എൻ്റെ മോന് കിട്ടിയതും ഹസ്ബൻഡിന് കിട്ടിയതുമായിട്ടുള്ള മൊമെൻറ്റോയും അതാണ് കൂടുതലും ഇവിടെ ഡെക്കറേറ്റീവ് പീസായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വളരെ കുറവാണ്. ഓരോന്നും ഓരോരോ ഓർമ്മകളാണ്, ഓരോരുത്തരുടെ ഗിഫ്റ്റുകളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ ജീവിച്ചു പോയ ഒരു ജീവിത രീതി നമുക്ക് ഓർമ്മ വരും, ഈ ഓരോരോ ഐറ്റംസൊക്കെ കാണുമ്പോഴേ. ഈ ബുദ്ധയുടെ സ്റ്റാച്ചു ആണെങ്കിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂർഗ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നപ്പം മിസൈലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം പൃഥ്വിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മൊമെൻറ്റോ ആണത്.
എൻ്റെ മോന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഈ ഭാഗത്തായിട്ട് ഞാൻ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ പാവയുണ്ടല്ലോ, അതവന് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ചേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോന് 22 വയസ്സായി. ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരും. ഇതിന് ശേഷം കോർണറിലായിട്ട് ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു ലാഫിംഗ് ബുദ്ധായും പിന്നെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചിട്ടുണ്ട്. ആ കൃഷ്ണൻ്റെ വിഗ്രഹം ഞങ്ങൾ ഗുരുവായൂരിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അതിലിരിക്കുന്ന മയിൽപ്പീലി ഞാൻ പക്ഷേ ഓച്ചറയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നമ്മുടെ ഇവിടെ അടുത്ത് ഓച്ചറ അമ്പലമുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അവിടെ ഇരിക്കുന്ന മണി പ്ലാന്റൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെയും കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും അതൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്പണായിട്ട് ഇരിക്കുന്നത് കാരണം തന്നെ അത്യാവശ്യം പൊടികൾ കയറും. ഈ ടി വി സ്റ്റാൻഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ഡെക്കറേറ്റീവ് ഐറ്റംസും ലെഫ്റ്റ് സൈഡിലായിട്ട് അവൻ്റെ കുറച്ച് ബുക്സുകളുമാണ് വെച്ചിരിക്കുന്നത്. അവനെ നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിലാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിലാണ്. അവന് കുറച്ച് ബുക്ക് കളക്ഷൻസൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ലെഫ്റ്റിലായിട്ട് വെച്ചിരിക്കുന്നത് ടി വി സ്റ്റാൻഡിൻ്റെ. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലിരിക്കുന്ന പൊടിയൊക്കെ നന്നായിട്ട് പോകും. അല്ലാതെ നമ്മൾ തുണിയൊക്കെ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്ന പൊടിയൊന്നും പോകത്തില്ല. ടി വി സ്റ്റാൻഡിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ 2 മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നീളത്തിൽ വളർന്ന് താഴോട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഇടയിലെല്ലാം നന്നായിട്ട് ഇലകളിലെല്ലാം പൊടികളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അതിന് ശേഷം അതിനകത്ത് കുറച്ച് പഴുത്ത ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് പറിച്ച് കളഞ്ഞ് അതിനുശേഷം ഞാൻ ഈ സ്റ്റാൻഡും ടി വിയൊക്കെ കൂടി ഒന്ന് തുടച്ചെടുത്തു. ഇവിടെ ടി വി ആരും കാണത്തൊന്നുമില്ല. ഇവിടുത്തെ ടി വി ഓൺ ചെയ്തിട്ട് അങ്ങോട്ട് വർഷങ്ങളോളമായി. ഇവിടെ ആരും ടി വി കാണത്തില്ല. പിന്നെ വീടാകുമ്പോൾ ഒരു ടി വി വേണമല്ലോ, അതിനൊരു ടി വി എന്നേ ഉള്ളൂ. ഓരോ റൂമും ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ അടിച്ചു വാരി അങ്ങ് എടുക്കും. തുടയ്ക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് തുടയ്ക്കാറുള്ളൂ. സെൻറ്റർ ടേബിൾ കൂടി ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. സോഫ കവറും കുഷ്യൻ കവറും ഒന്നും ഞാൻ മാറ്റുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ നിന്ന്, അതായത് എറണാകുളത്തുനിന്ന് വന്നതിന് ശേഷം ഞാൻ സോഫ കവറും കുഷ്യൻ കവറും ഒക്കെ ചേഞ്ച് ചെയ്തത് കാരണം അതൊന്നും മാറ്റാനായിട്ട് നിന്നില്ല.
അങ്ങനെ ഡ്രോയിങ് റൂം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തുടച്ചാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ മോൾവശം ക്ലീൻ ആക്കാനായിട്ട് പോയി. മുകളിലായിട്ട് ഞാൻ തുണി വിരിക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ മഴക്കാലം ആകുമ്പോൾ തുണിയൊക്കെ വിരിക്കുന്നത്. താഴെ ചായ്പിൽ വിരിച്ചതിന് ശേഷം ബാക്കിയുള്ള ഡ്രൈ ആയിട്ടുള്ള തുണികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിരിക്കും. മഴക്കാലം ആയാൽ മാത്രമേ ഞാനിവിടെ തുണി വിരിക്കാറുള്ളൂ. ഉണക്കാവുമ്പോൾ പിന്നെ താഴെ തന്നെയാണ് വിരിക്കുന്നത്. അവിടുത്തെയും ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം ജനലൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ വലുതായിട്ട് ആരും മുകളിലോട്ട് കയറാത്തത് കാരണം ഇവിടെ വലുതായിട്ട് പൊടികളൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പല്ലി ശല്യമുണ്ട് മുകളിലായിട്ട്. ആളും അനക്കമൊന്നും ഇല്ലാതെ കിടക്കുന്നതല്ലേ മുകൾ വശം. അത് കാരണം പല്ലിയുടെ ശല്യം മുകൾ വശത്ത് നന്നായിട്ടുണ്ട്. താഴെയും ഉണ്ട്, എന്നാലും കൂടുതലായിട്ടുള്ളത് മുകളിലാണ്. അതിനുശേഷം അവിടുത്തെ സോഫയും കൂടി ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. താഴെ കിടക്കുന്ന സോഫയുടെ കൂട്ടത്തിലുള്ള ഒരു സോഫയാണ് മുകളിലിട്ടിരിക്കുന്നത്. ഇവിടെ ഇടാൻ സ്പേസ് ഇല്ലാത്തത് കാരണം ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് 3 സെറ്റായിട്ടാണ് വരുന്നതായിരുന്നു. അപ്പോഴേക്കും പിന്നെ മോൻ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അവന് വരുമ്പോഴത്തേക്കിന് ചപ്പാത്തി ഉണ്ടാക്കി. അവനൊരു 12:30 ആകുമ്പോഴത്തേക്കിന് വരും. ഇപ്പോൾ ഒരു 12:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കി. അവനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ധൃതി പിടിക്കുവേ കിടന്ന്. അവന് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ അവൻ വരുമ്പോഴത്തേക്കിനും ഉണ്ടാക്കി വയ്ക്കും. ചപ്പാത്തിക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും മോനാവും ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടത് കൊണ്ട് വണ്ടി പിന്നെ കയറ്റിയിടത്തില്ല. അവൻ ജിമ്മിൽ പോകുന്നത് കാരണം ഇപ്പോൾ ഡെയിലി ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ചോറ് കഴിക്കത്തില്ല. എനിക്ക് മാത്രം മതി ചോറ്. ഇപ്പോൾ ചോറ് വെച്ചാൽ 2-3 ദിവസം ആയാലും തീരത്തില്ല. കാരണം ഞാൻ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ ചോറ്. അത് കാരണം ചിലവാകത്തില്ല ചോറ്. അങ്ങനെ മോന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ മോനെ ഫുഡൊക്കെ കഴിച്ച് പോയതിന് ശേഷമാണ് പിന്നെ ഡൈനിങ് ഏരിയ ക്ലീൻ ചെയ്തത്. കാരണം ആ ഫുഡ് കഴിച്ചതിന് ശേഷമല്ലേ അവിടെ ക്ലീൻ ചെയ്യാനൊക്കത്തുള്ളൂ. അവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയുണ്ടാകും.
ക്രോക്കറി ഷെൽഫ് ഓപ്പൺ ആയത് കാരണം ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി തുണിക്കൊന്ന് നന്നായിട്ട് തുടച്ചെടുത്ത് ഈ ക്രോക്കറി ഷെൽഫിൻ്റെ ഓപ്പണായിട്ടിരിക്കുന്ന ഈ ഭാഗം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഈ പ്ലേറ്റും അതൊക്കെ ഇരിക്കുന്നതല്ലേ, അതൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നതല്ലേ, അത് എപ്പോഴും പൊടി കയറും. അതിന് ശേഷം പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഡൈനിങ് ടേബിളിൻ്റെ ചെയറും ഡൈനിങ് ടേബിളും ഒക്കെ നന്നായിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആ ഡൈനിങ് ടേബിൾ അത് ഗ്ലാസ് അല്ലേ, അതുകൊണ്ട് ഞാൻ കൂടുതലും കൂളിംഗ് സ്പ്രേ ചെയ്താണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊരു തിളക്കം കിട്ടും. മുകളിലേക്കുള്ള സ്റ്റെപ്പിൻ്റെ കൈവരി കൂടി ഒന്ന് ഞാൻ നന്നായിട്ട് കോളിനൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയൊക്കെ എടുത്ത് കാണും. അതായത് നമ്മുടെ ഒരു കൈപ്പാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലിയുള്ള ക്ലീനിങ് റുട്ടീനിൽ പെടുന്നതാണ് ഇതൊക്കെ. ഈ ഡൈനിങ് ഏരിയയിലെ മിററൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളത്. അതിനുശേഷം പിന്നെ അവിടെ താഴെ വിരിച്ചിരിക്കുന്ന മാറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ മാറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നത് വാക്യൂം ക്ലീനർ ഉപയോഗിച്ചാണ്. എൻ്റെ വാക്യൂം ക്ലീനർ അങ്ങ് കേടായി.
അത് 10-15 വർഷത്തോളം പഴക്കമുള്ളതാണ്. അതിൻ്റെ മോട്ടർ അങ്ങ് അടിച്ചുപോയി. ഇവിടെ അടുത്തൊരു ഷോപ്പിൽ ഞാൻ കൊണ്ട് കൊടുത്ത് ശരിയാക്കാൻ. പക്ഷേ ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത് ശരിയാക്കിയാലും അധികം നാളെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അത് ശരിയാക്കണ്ട, ഒരു പുതിയൊരെണ്ണം വാങ്ങിക്കാമെന്ന്. ഈ മാറ്റൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലേ നന്നായിട്ട് ക്ലീൻ ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ആവത്തില്ല, നമ്മളെത്ര ബ്രഷ് കൊണ്ട് ചെയ്താലും. ഇത് ഒത്തപോലെ എടുത്ത് കഴുകുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വർഷത്തിൽ 2 തവണ മാത്രമേ ഞാനിത് വാഷ് ചെയ്യാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വാക്യൂം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാക്യൂം ക്ലീനർ കേടായത് കാരണം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മൊത്തത്തിൽ എല്ലായിടും ഒന്ന് തുടച്ചുകൂടി എടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റിലേ എല്ലാം തുടച്ചെടുക്കാറുള്ളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഇഷ്ടത്തോടെ ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ വിചാരിച്ചത്ര ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. കാരണം നമ്മളത് ഇഷ്ടത്തോടെ ചെയ്താലല്ലേ നമുക്കതിനൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം അതിന് കിട്ടത്തില്ല. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ക്ലീനിങ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.